ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറഞ്ഞത്. ഓഗസ്റ്റ് മാസത്തിൽ വൃശ്ചികക്കൂറുകാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. വൃശ്ചികക്കൂറിൽ എന്ന് പറയുമ്പോൾ തന്നെ 4-ാം ഇടത്തിൽ രാഹു അനുകൂലമല്ല, 5-ൽ ശനി അനുകൂലമല്ല എന്നാണ് പറയുന്നത്. വേദ നക്ഷത്രത്തിൽ നിൽക്കുന്ന കാരണം അനുകൂലമല്ലാത്ത ഒരു കാരണം കൊണ്ടാണ് പറയുന്നത്. അതുപോലെ 8-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അനുകൂലമല്ല, ശുക്രൻ നിൽക്കുന്നത് അനുകൂലമാണ്. 9-ൽ സൂര്യനും ബുധനും അനുകൂലമല്ല, കേതു 10-ൽ അനുകൂലമല്ല, ചൊവ്വ 11-ൽ അനുകൂല അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ മിശ്രമായിട്ടുള്ള ഒരു ഫലം എന്ന് നോക്കുകയാണെങ്കിൽ ദോഷം ഈ മാസം കൂടെ വളരെ ക്ഷമിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. എത്രത്തോളം ക്ഷമിക്കേണ്ടി വരും എന്ന് വൃശ്ചികക്കൂറുകാർ ചോദിക്കുമെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിനൊരു അവസാനമില്ലേ, എപ്പോഴും വൃശ്ചികക്കൂറുകാർ കഷ്ടകാലമാണോ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ സൂര്യചാരവശാൽ 8-ഉം 9-ലും നടക്കുന്ന സൂര്യൻ അത്രയ്ക്ക് ഗുണം പോരാ എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 9-ാം ഭാവത്ത് നിൽക്കുന്ന സൂര്യൻ പലവിധ ബുദ്ധിമുട്ടുകളെയും സന്താന ദോഷത്തെയും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഇടപാടുകളെയും എതിർത്ത് നിൽക്കും എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവർക്ക് ഈ മാസം കൂടി അത്രയ്ക്കും ഒരു ദോഷകരമായിട്ട് ഈ വർഷത്തിൽ എന്ന് പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ദോഷം വരുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. കാരണം ഇനി വരാൻ പോകുന്ന അടുത്ത വർഷമാണ് ഇതേമാതിരി ഉള്ള സമയം വരുന്നത്. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സമയം വരുവാനുള്ള സാധ്യതയില്ല. അപ്പോഴേക്കും ഇവരുടെ ഗ്രഹസ്ഥിതി മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറി മറഞ്ഞു വരും എന്നതിൽ യാതൊരുവിധ സംശയമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഏകദേശം ഇവർ അവസാന ഘട്ടത്തിലുള്ള ഒരു സമയദോഷം കൊണ്ട് തന്നെയാണ് എന്ന് കണക്കാക്കാം. അതുകൂടെ സഹിച്ചേ പറ്റുള്ളൂ. പരിഹാര മാർഗങ്ങൾ ആഗസ്റ്റ് മാസം കടന്നു പോകാനുള്ള പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത്. ചൊവ്വ അനുകൂലത്തിലാണ് നിൽക്കുന്നത്. ചൊവ്വ അനുകൂലത്തിൽ നിൽക്കുന്ന കാരണം സഹായങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. സഹോദര ബന്ധങ്ങൾ നിലനിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ട് എൻ്റെ വല്ല ഇടപാടുകളുണ്ടെങ്കിൽ അതെല്ലാം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വിൽക്കാനോ വാങ്ങിക്കുവാനോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വിൽക്കാനാണെങ്കിൽ അത് വിൽക്കാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അതുപോലെ മണ്ണ് സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും തൊഴിൽ ചെയ്യുന്നവർക്കും വലിയൊരു കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. എന്നാലും സാമ്പത്തിക ഞെരുക്കം വളരെ ബുദ്ധിമുട്ടും സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള വിഷമഘട്ടങ്ങളും അതുപോലെ കടബാധയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ്. കാരണം ചിലപ്പോൾ ഈ ബാങ്കിൽ വല്ല പത്രങ്ങളോ വീട്ടുപത്രങ്ങളോ ആധാരത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തി നടപടിയായിട്ട് എടുക്കേണ്ട ഒരു സ്വീകരണങ്ങളൊക്കെ എടുക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് ബെൻഡിങ്ങിലുള്ള ലോണുകളെല്ലാം അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള വിഷമഘട്ടങ്ങളെല്ലാം ഉണ്ടാവും. അതിനെ തരം തിരിച്ചു പോകണം. എന്തായാലും ഒരു മാസം സഹിച്ചേ പറ്റുള്ളൂ. അതിനാണ് പരിഹാര മാർഗങ്ങൾ ചെയ്യണം. ഈ കടം കൊടുക്കാനില്ലാത്ത ആളുകൾ എങ്ങനെ പരിഹാര മാർഗം, അതായത് പണമുണ്ടെങ്കിൽ പരിഹാരം എന്തെങ്കിലും അമ്പലത്തിൽ പോയി ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നമ്മൾ പ്രാർത്ഥനകൾ കൊണ്ട് പരിഹാരം ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ദോഷം കാണുന്നത് രാഹു ദോഷമാണ് കാണുന്നത്. രാഹു 4-ാം ഇടത്ത് നിൽക്കുന്ന കാരണം ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ മറ്റുള്ളതൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ട് വല്ല റിപ്പയർ പണികളോ അല്ലെങ്കിൽ ഭവന നിർമ്മാണങ്ങളെല്ലാം ഒക്കെ നടക്കുന്ന സമയത്ത് അതിന് പാഴ്ചെലവുകളും തടസ്സങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടതായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനായിട്ട് തന്നെ രാഹു ഗ്രഹ പൂജയാണ് ഏറ്റവും ഉത്തമപരമായിട്ടുള്ളത്. അല്ലെങ്കിൽ 100-ഉം പാലും നൽകുക എന്നുള്ളതാണ് പറയുന്നത്. മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുക. അവനവൻ്റെ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ 1000 നക്ഷത്രത്തിലോ 100-ഉം പാലിനും കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ബാക്കിയുള്ള പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ സഹസ്രനാമ ജപം, വിഷ്ണു സഹസ്രനാമ ജപം 8-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിന് വിഷ്ണു സഹസ്രനാമ ജപം ഒരു 20 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദോഷം ഒഴിവാകുന്നതാണ്. അതുപോലെ തന്നെ ചാരവശാൽ സൂര്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുന്ന സമയത്ത് ശിവനെങ്കിൽ ധാരാവിളക്ക്, മാല, നെയ്വിളക്ക് എന്നിവ നടത്തുക. ശിവസ്തോത്രങ്ങൾ ജപിക്കുക എന്നൊക്കെ പറയുന്നത്. പരിഹാരം അമ്പലത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സ്തോത്രം, അതായത് ചെറിയ ബുക്കുകളായിട്ടുള്ള സ്തോത്രം കിട്ടും. അല്ലെങ്കിൽ ഓം നമ ശിവായ അല്ലെങ്കിൽ ഓം രുദ്രായ നമ എന്നുള്ള മന്ത്രങ്ങൾ 108 പ്രാവശ്യം ദിവസേന ഉരുവിടുക എന്നുള്ളതൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വിഘ്നേശ്വര മന്ത്രങ്ങൾ ഉരുവിടുക. അങ്ങനെയുള്ള പരിഹാര മാർഗങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സമാധാനപരമായിട്ടുള്ളതുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. അതിലെന്താ ചോർന്ന ആ ദിവസങ്ങൾ എന്താ ചോർന്ന് പറഞ്ഞാൽ ഈ ദോഷത്തിനിടയ്ക്ക് നല്ല ദിവസം വരുമോ എന്ന് വിളിക്കും. ഉള്ളതിൽ കുറച്ചു നല്ല ദിവസങ്ങൾ എന്നാണ് പറഞ്ഞത്. അത് ഞാൻ പിന്നാലെ ഉള്ള വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഒരു 3-4 ദിവസം അങ്ങനെയുള്ള അടുപ്പിച്ച ദിവസങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ അതിൻ്റെ ബാക്കിൽ ഇടുന്നതാണ്, അതിൻ്റെ ഇത് നോക്കിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർക്ക് ഈ മാസം ഒരു
സഹിച്ചേ പറ്റുകയുള്ളൂ. പരിഹാര മാർഗങ്ങളിലൂടെ നാമജപത്തിലൂടെ ഈ പരിഹാരങ്ങൾ ദോഷഹിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇവർക്കുണ്ട്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ദോഷാധികങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിലിനെ പറ്റിയും മറ്റുള്ള കാര്യത്തെ പറ്റിയും ഒരുപാട് മനസ്സ് വിഷമിക്കേണ്ട. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രമേണ മാറി വരുന്നതായിരിക്കും. അതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തായാലും സഹിച്ചിട്ട് കുറച്ചുകൂടി സഹിക്കുക എന്നേ പറയാനുള്ളൂ. അത് കാരണം നിങ്ങൾ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് ദോഷങ്ങൾ തന്നെ കുറവ് വരുത്തുക. നമസ്കാരം.